ADV സഞ്ചാരീസ് ആണ് കേട്ടോ. നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളൊരു അടിപൊളി സാധനം കാണിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ വണ്ടിനോട് ഒറ്റ കള്ളനും കൊണ്ടുവന്നില്ല. നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇരിക്കും. അവിടുന്ന് അനങ്ങണമെങ്കിൽ പിന്നെ നമ്മൾ വേണം വിചാരിക്കാൻ. അങ്ങനെ ഒരു കിടിലൻ ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ സാധനം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അറിയാത്തവരൊക്കെ അത് ചുമ്മാ മേടിച്ച് വലിയ വിലയൊന്നുമില്ല, നിസ്സാര കേസ്. ഒരൊറ്റ കള്ളം പോലും നമ്മുടെ വണ്ടി കൊണ്ടുപോകില്ല എന്നുള്ളതിന് ഗ്യാരണ്ടി സാധനം ഒന്നും ഞാൻ പറയുന്നില്ല, കൊണ്ടുപോകില്ലായിരിക്കും. അത് കണ്ടുപോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. ഞാൻ രാമേശ്വരം ധനുഷ്കോടി ഭാഗത്തോട്ട് ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളൂ. വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമേശ്വരം പോയപ്പം എനിക്ക് കിട്ടിയ താമസ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ അയാൾ കാണിച്ചെന്ന സ്ഥലം എന്ന് പറയുന്നത് ഫുട്പാത്താണ്. ഫുട്പാത്തിലാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്. അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇങ്ങനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ മേടിക്കണമെന്ന്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഈ സാധനം, അതായത് ഡിസ്ക് ലോക്ക്. മനസ്സിലായില്ലേ? ഇതിൻ്റെ കീ ഉണ്ട്. കീ രസമുള്ള ഒരു കീ ആണ് നമുക്ക് കാണാനായിട്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കീ ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്, തെളിയിരിക്കുന്നൊരു സാധനം. എന്നാൽ അത് ഒരു ബഡ്ജറ്റിരിക്കുന്നൊരു പോയിൻ്റ് ഉണ്ട് ഇവിടെ. അത് ഇതാണ്ട് ഈ ഒരു പോയിൻറ്റിലേക്ക് കയറ്റിയിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ആവും. പ്രസ് ചെയ്ത് ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാണ്. ഈ ഒരു സാധനം മസ്റ്റാണ്. കാരണം വലിയ എത്ര സേഫ്റ്റി ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഇതും കൂടെ ഉള്ളത് നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? അതായത് വണ്ടിയുടെ ലോക്കുണ്ട്, ഹാൻഡിൽ ലോക്കുണ്ട്. ഈ രണ്ട് ലോക്കിൻ്റെയും പുറമെ ഒരു ലോക്കും കൂടെ വണ്ടിക്കുള്ളത് കുറച്ചും കൂടെ സേഫ്റ്റി കൂട്ടുകയും ചെയ്യും, നമുക്ക് കുറച്ചുകൂടെ മനസ്സമാധാനം കിട്ടുകയും ചെയ്യും. ഇതേപോലുള്ള വഴിയരികിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 270 സംതിങ് 290 സംതിങ് എത്രയാണ്, 300 രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത്. ഇന്നലെയാണ് സാധനം വന്നത്. ഞാൻ ഇട്ട് നോക്കി, വണ്ടിക്കകത്ത് ഡിസ്കിനകത്ത് ഞാൻ ലോക്ക് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സെക്യൂർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു പക്ഷേ അത്യാവശ്യം സെക്യൂർ അല്ലെങ്കിൽ പോലും ഒരു കുറച്ചും കൂടെ വണ്ടിയെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു സേഫ്റ്റി ഈ ഒരു സാധനം ഇടുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഡോഗ്നാർ 400. ഇന്നലെ സർവീസായിരുന്നു, അതാണ് ഇത്ര വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നത്. സർവീസൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കിക്കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ലോക്കും ഇന്നലെ തന്നെ വന്നു. അപ്പോൾ അതൊന്ന് ലോക്ക് നമുക്കൊന്ന് ഇട്ട് നോക്കാം. സംഭവം ഇത് കണ്ടല്ലേ, കീ കയറ്റിയിട്ട് അൺലോക്ക് ആക്കിയിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് കയറ്റുക. അത് ഇച്ചിരി ഒരു ഇതായിരിക്കും കേട്ടോ. അതൊന്ന് കണ്ട് റെഡിയായിട്ട് തരണം. എനിക്ക് വലിയ ടാസ്ക്കൊന്നും ഇല്ല. ഈ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് തലയും കൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ലോക്കായി ഞാൻ പോലും പറഞ്ഞില്ല ലോക്കായി. വളരെ സിമ്പിളായിട്ടാണ് ലോക്കായി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി മുമ്പോട്ട് ഉരുട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ലോക്കാവും, പുറമോട്ട് ഉരുട്ടുകയാണെങ്കിൽ ഇത് സർക്കിളായിട്ട് വന്ന് അവിടെ വന്നിട്ട് ലോക്കാവും. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഇത് ഇടിച്ച് പൊളിക്കാനായിട്ടാണെങ്കിലും ഡിസ്ക് വളയാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം സ്ട്രോങ് സാധനമാണ്. ഡിസ്ക് വളഞ്ഞാലും വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് മൊത്തത്തിൽ അവന്മാർ വലിച്ചിളക്കി കെട്ടി തൂക്കിയിട്ടുണ്ടൊക്കെ പോകേണ്ടി വരും. അല്ലാതെ ഇത് അത്യാവശ്യം ഒരു 70% ഒക്കെ ഇത് ഓക്കെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം നമുക്ക് അത്യാവശ്യമാണ്. കാരണം ലോങ് പോകുമ്പോഴും രാത്രിയിൽ ഇപ്പം പാർക്കിംഗ് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു സാധനം കൂടെ വേണം. കാരണം ഒരുപാട് വാഹന മോഷ്ടാക്കളൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമുക്ക് പിടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ്റും അടുത്തൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ ഒരു ടയർ കണ്ടോ, ഇത് ട്രാംബ്ലർ XRൻ്റെ ടയറാണ്. ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഞാൻ മറ്റന്നാളെ ഇടുന്നുണ്ട്. അടിപൊളി ടയറാണ് കേട്ടോ. ഇവിടെ ഡോമിനാറിന് പറ്റിയ കിടിലൻ ടയറാണ്. ഓഫ് റോഡ് പർപ്പസിനൊക്കെ പക്കയാണ് കേട്ടോ. കിടിലൻ ടയറാണ്. ഫ്രണ്ടിലും അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോളോ ട്രാംബ്ലർ XR അടിപൊളി ടയറാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.